ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കോടാലി വരെ വന്നേക്കാണ്. നമ്മുടെ ഈ വണ്ടി ഇപ്പൊ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി എടുത്തുകൊണ്ടുവരാനായിട്ട് വന്നേക്കാണ്. ഇതിനാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. അപ്പൊ നമ്മൾ ഈ വണ്ടിക്കാണ് ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോണത്. നമ്മുടെ ഈ വണ്ടി റഹീം എന്ന് പറഞ്ഞ ചേട്ടന്റെ വണ്ടി കേട്ടാ. പുള്ളി ഗൾഫിലാണ്, അബുദാബിയിലാണ് പുള്ളി കേട്ടോ. അപ്പൊ പുള്ളിയുടെ വീട് കോടാലി മുസ്ലിം പള്ളിയിലെ അടുത്താണ് കേട്ടോ. അപ്പൊ പുള്ളി നമ്മളെ വിളിച്ച് പറഞ്ഞാണ് ഹെഡ്ലൈറ്റ് ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, കുറച്ച് അല്ലറച്ചുള്ള വർക്കുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ നമ്മള് ഒരു 2-3 ദിവസമായിട്ട് പുള്ളി പറഞ്ഞത്. അപ്പൊ ഇന്നാണ് അതിന്റെ വർക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇതിന്റെ കൂടുതൽ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണ ഹെഡ് ലാമ്പ് മെയ്ഡ് ഇൻ തായ്വാനാണ് കേട്ടോ. നല്ല ഐറ്റം കേട്ടോ. തായ്വാനാവുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും, അതുകൊണ്ട് തന്നെ തായ്വാൻ നല്ലതെന്ന് പറയണത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രാത്രി മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 9:30 തൊട്ടിട്ട് വൈകുന്നേരം വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 11 മണിയാവും, ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 2 മണിയാവും, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ചിലപ്പോൾ ഇപ്പൊ വേറൊന്നും കൊണ്ടല്ല റിപ്ലൈ തരാത്തത്, ഇതൊക്കെ തന്നെയാണ് കാരണം എനിക്ക് ടൈം രാത്രി മാത്രമാണ് എനിക്ക് റിപ്ലൈ കമന്റ് ബോക്സ് നോക്കാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് ലൈക്ക് അടിക്കാനൊക്കെയാണ് ഈ വർക്കിന്റെ ടൈമിൽ നോക്കുമ്പോൾ പറ്റുള്ളൂ. അപ്പൊ റിപ്ലൈ ഒക്കെ ഞാൻ എന്തായിട്ട് വൈകുന്നേരം നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ വാട്സപ്പിലായാലും വൈകുന്നേരം നമുക്ക് എല്ലാ മെസ്സേജിനും റിപ്ലൈ തരണം കേട്ടോ. കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓരോരുത്തർ മിസ്സായി പോണത്. കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഹെഡ് ലാമ്പും പിന്നെ ഇതിന് ചെറിയ 2-3 വർക്കും കൂടി ഉണ്ട്. പിന്നെ നമ്മളെ അടിയിലെ ബമ്പറിൽ, ഫ്രണ്ട് ബമ്പറിന്റെ അടിയിൽ സ്പ്ലിറ്റർ വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ലെഗ് റൂമിൽ LED വെക്കുന്നുണ്ട്, ബ്ലൂ LED വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്കുകൾ ഉണ്ട് ഇതില്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഹെഡ് ലാമ്പാണ് കേട്ടോ. നല്ല ഐറ്റംസ് മാത്രമാണ് ഞാൻ റെഫർ ചെയ്യണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ലോക്കൽ സാധനം വെച്ചുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് അടിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണി. എന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങൾ മാത്രം ഫിറ്റ് ചെയ്യുക. ഇപ്പൊ എവിടെയായാലും ഏതൊരു ആക്സറീസ് കടയിൽ പോയാലും നല്ല സാധനം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഈ വണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മുടെ ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയാണ്. നൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മൾ ഈ ലെഗ് റൂമിൽ ലൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ലെഗ് റൂമിൽ ബ്ലൂ ലൈറ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ ചാലക്കുടി ഷോപ്പിലാട്ടോ ഈ വർക്ക് ചെയ്യണത്. പിന്നെ നമ്മൾ ഈ ടെയിൽ ലാമ്പിൽ ബ്ലാക്ക് ഗാർണിഷ് വെക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കളർ ബോർഡറുള്ള ഒരു ഗാർണിഷ് വെക്കുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കണക്ഷൻസൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വരുന്ന കണക്ഷൻസൊക്കെ, ഈ സോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ ഡിമ്മും ബ്രൈറ്റിൻ്റെ സോക്കറ്റാണ്. പിന്നെ നമ്മുടെ പാർക്ക് ലൈറ്റ്, നമ്മുടെ DRലെ കണക്ട് ചെയ്യാനുള്ള പാർക്ക് ലൈറ്റിൻ്റെ കണക്ഷനാണ്. പിന്നെ ഇത് നമുക്ക് LED ഇൻഡിക്കേഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഇത് കേട്ടോ. ഈ 3 കണക്ഷനാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് കേട്ടോ.
പിന്നെ ഇത് നമ്മൾ ഫോഗ് ലാമ്പ് കണക്ട് ചെയ്യേണ്ട, അതിൻ്റെ കണക്ഷൻ നമ്മൾ കമ്പനി ഇവിടെ ഡയറക്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് വേറെ പണികളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ DRൻ്റെയും ഫോഗ് ലാമ്പിലുള്ള DRൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ മാത്രം നമ്മൾ വലിച്ചാൽ മതി കേട്ടോ. അത് കമ്പനി വയറിങ് പോലെ തന്നെ നമ്മൾ വലിക്കുന്നത്, ഞാൻ കാണിച്ചിരുന്നു നിങ്ങളെ. ഇത് മേഡ് ഇൻ തായ്വാനാണ്, നല്ല പ്രൊഡക്റ്റ് കേട്ടോ, നല്ല. ഇതിൻ്റെ കപ്ലെയർ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരണില്ല കേട്ടോ, കറക്റ്റ് നമുക്ക് പ്ലഗ് ആൻഡ് പ്ലഗ് ആയിരിക്കും. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും ഡിമ്മും ബ്രൈറ്റിൻ്റെയൊക്കെ, ഇത് നമ്മുടെ ഇൻഡിക്കേഷൻ്റെ, ഇത് പാർക്ക് ലൈറ്റിൻ്റെ ഹോൾഡറാണ്, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആയിരിക്കും. ഇത് റൈറ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യാനായിട്ട് പോകാട്ടോ. ഇതിന് എങ്ങനെയൊക്കെ വരുന്നു LED നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്യാൻ പോകാട്ടോ. അപ്പോൾ ഒന്ന് പിടിച്ചോ. അതിന് നമ്മളെ ഇൻഡിക്കേഷനാണ് ചെക്ക് ചെയ്യണത്. ഇതാണ് നമ്മളെ ഇൻഡിക്കേഷൻ വരുന്നത് കേട്ടോ, നമ്മുടെ LED ഹെഡ്ലാമ്പിൽ വരുന്ന ഇൻഡിക്കേഷൻ ആട്ടോ, മൂവിങ് ഇൻഡിക്കേഷൻ ആട്ടോ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പാർക്കിംഗ് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാർക്ക് ലൈറ്റിൻ്റെ ഒരു ഡേ ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ മൂവിങ് ഇൻഡിക്കേഷൻ. ഇതിലാണ് നമ്മുടെ പ്രൊജക്ടറായിട്ട് നമ്മുടെ ഹെഡ് ലാമ്പിൽ വരുന്നത്. വാം വൈറ്റ് ആണ്, നമ്മുടെ മഴയത്തും മഞ്ഞത്തും എല്ലാം തരണം ചെയ്യുന്ന ശേഷിയുള്ള ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിൽ വന്നത്, അല്ലാണ്ട് LED അല്ല ഹെഡ്ലൈറ്റ് വന്നത്. ഇനി ഭാവിയിൽ നമുക്ക് LED ആക്കണമെങ്കിൽ നമുക്ക് LED ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് കണക്ട് ചെയ്യാം, ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഒന്ന് കണക്ട് ചെയ്യാം. ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ബ്രൈറ്റ് ഇട്ടോ, നല്ല രീതിയിലുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ബ്രൈറ്റ് ആണ്. ഇതിപ്പോൾ ഡിമ്മാണ്, ഡിമ്മും ബ്രൈറ്റ് അടിച്ച് ഡിമ്മും ബ്രൈറ്റുള്ള ഒരു ലൈറ്റാണ് വരുന്നത്. ഇതിൽ വേറെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്. നമ്മുടെ കമ്പനി വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ അതേ ഫിറ്റ്മെൻറ്റ് തന്നെയാണ് അതിന് വരുന്നത്. വേറെ നമുക്ക് ഓൾട്രേഷൻ സ്ക്രൂ ഹോൾ ഇടാൻ കാര്യങ്ങളൊന്നും വേറെ വേണ്ട, ബോൾട്ട് വേറെ ഇടാൻ കാര്യങ്ങളൊന്നും വേണ്ട, കമ്പനി അതേ ഓയിൽ ഫിറ്റിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ ആ സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി ആ സൈഡ് ചെയ്യാനുണ്ട്. വേറെ നമുക്ക് പണികളോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ നമുക്ക് വയറിങ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആട്ടോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫോഗ് ലാമ്പ്, കമ്പനി വരുന്ന ഫോഗ് ലാമ്പ് ഇതായിരുന്നു. ഇത് മാറ്റിയിട്ട് നമ്മുടെ DRലും നമ്മുടെ ഇൻഡിക്കേഷനൊക്കെ ഉള്ള ഫോഗ് ലാമ്പൊക്കെയാണ്, വൈറ്റ് ലൈറ്റ്. ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെക്കാൻ പോണ ഫോഗ് ലാമ്പ്. ഇതിൽ DRലും നമ്മുടെ ഇൻഡിക്കേഷനും അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് എല്ലാം ഉള്ളൊരു ഐറ്റം തന്നെയാണ്. ഇത് രണ്ടും കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കമ്പനി വരുന്ന ഫോഗ് ലാമ്പ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാട്ടോ നമ്മുടെ കമ്പനി വരുന്ന ഫോഗ് ലാമ്പ് ഇരിക്കുന്നത്, അതേ ഫിറ്റ്മെൻ്റ് ആയിരിക്കും നമ്മുടെ വെക്കാൻ പോണ നമ്മുടെ LED ഫോഗ് ലാമ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഫിറ്റ്മെൻ്റ് ഒക്കെയാണ്. 3 സ്ക്രൂ ആണ് സ്വിഫ്റ്റിന് വരുന്നത്, 3 സ്ക്രൂ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കമ്പനി ഫോഗ് ലാമ്പിൻ്റെ വയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ സെപ്പറേറ്റ് വലിച്ച വയറിങ്ങാണ്. ഇത് ഫ്ലെക്സിബിൾസിൽ കേട്ടോ, നമ്മളെ ഹീറ്റ് കാര്യങ്ങളൊന്നും അന്ന് ഷോർട്ടാവുക കാര്യങ്ങൾ അല്ലെങ്കിൽ വയറിങ് ഷോർട്ടാവുക കാര്യങ്ങളൊന്നും ബോഡി ടച്ചായിട്ട് വയറിങ് ഷോർട്ടാവുക കാര്യങ്ങളൊന്നും വരില്ല. നല്ല ക്വാളിറ്റി ഉള്ള സ്ലീവ് ആട്ടോ ഇട്ടാണത്.
അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെയും ഫോഗ് ലാമ്പിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബമ്പർ വെറുതെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സ്ക്രൂ ചെയ്യാനുള്ളൂ കേട്ടോ. ബമ്പർ ഫ്രണ്ടിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെയും ഫോഗ് ലാമ്പിൻ്റെയും വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റർ വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോ തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചിനൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബമ്പറിൻ്റെ അടി ഒന്നില്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ബമ്പറിനൊരു എൻഡ് രീതിയിൽ നമ്മളൊരു ലോവർ ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത് വെക്കുന്നത്. നല്ല രസമാട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ. ഇത് വെക്കണ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഷോയാണ്. മെയിനായിട്ട് ഷോയ്ക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഈ ഹമ്പൊക്കെ ചാടുമ്പോൾ ബമ്പർ ഒരച്ചിൽ വരും, അത് തടയും. ഇത് സ്പ്ലിറ്റർ അറിയുള്ളൂ, ബമ്പർ അങ്ങനെ അറിയില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ ബമ്പർ സ്പ്ലിറ്ററിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ലെഗ് റൂമിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് കാര്യങ്ങളൊന്നും കാണില്ല, അതിൻ്റെ ഷെയ്ഡ്, ലൈറ്റിൻ്റെ ഷെയ്ഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. ഡോർ തുറക്കുമ്പോൾ മാത്രമേ ഈ ലൈറ്റ് കാണുള്ളൂ കേട്ടോ. തന്നെ അടിയിലായിട്ട് കത്തിക്കിടും. നമ്മുടെ ടൈൽ ലാമ്പ് ഗാർണിഷ് ഇതാട്ടോ. നമ്മുടെ ലീഗ് എന്ന് പറഞ്ഞ കമ്പനി കേട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രോം ഐറ്റംസ് ഒക്കെ വരുന്നത് ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഈ സ്വിഫ്റ്റിന് ചെയ്ത വർക്കുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഹെഡ് ലാമ്പിന് വന്നതാണ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റിംഗ് അടക്കം 26,000 രൂപയാണ് നമ്മൾ ഫിറ്റിംഗ് അടക്കം നമ്മൾ ചെയ്തു കൊടുത്തത്. അപ്പൊ നമ്മുടെ ഫോഗ് ലാമ്പിന്റെ നമ്മുടെ DRL ഫോഗ് ലാമ്പിന്റെ റേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,500 ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 1 ഇയർ റീപ്ലേസ്മെന്റും അതിന്റെ വയറിംഗ് കിറ്റും നമ്മുടെ ഫിറ്റിംഗ് ചാർജും എല്ലാം അടക്കമാണ് നമ്മുടെ 4,500. പിന്നെ ആ സെയിം സാധനം തന്നെ നമുക്ക് 3,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും, ഫിറ്റിംഗ് അടക്കം വയറിംഗ് കിറ്റ് അടക്കം. പക്ഷെ അതിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല, 1 ഇയർ റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല, നമുക്ക് ഫിറ്റിംഗ് ഗ്യാരണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വെച്ച സ്പ്ലിറ്റർ ആണ്, ബമ്പറിന് അടിയിൽ വെക്കുന്ന സ്പ്ലിറ്റർ. അത് നമ്മൾ ഫിറ്റിംഗ് അടക്കം 4,000 രൂപയ്ക്കാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, ABS ക്വാളിറ്റി. പിന്നെ അതിന്റെ തൊട്ട് കുറഞ്ഞ കാര്യമുണ്ട്, 3,600 ചെയ്ത് കൊടുക്കുന്നത്. അത് ABS ക്വാളിറ്റി അല്ല കേട്ടോ, നമ്മളിപ്പോൾ വെച്ചത് ABS ക്വാളിറ്റിയാണ് സ്പ്ലിറ്റർ. 4,000 രൂപ ഫിറ്റിംഗ് അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ടെയിൽ ലാമ്പിൽ വെച്ച ബ്ലാക്ക് ഗാർണിഷ് ആണ് ചെയ്തത്. അപ്പൊ അതിന് ഏകദേശം ഒരു 1,500 1,450 ആ റേഞ്ചിലാണ് നമ്മൾ കടയിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് റൂമിൽ LED ആണ്, ബ്ലൂ ലൈറ്റ് LED ആണ് വെച്ചത് കേട്ടോ. അപ്പൊ അതിന് ഏകദേശം ഒരു 300 റേഞ്ചിൽ നമുക്ക് ഫിറ്റിംഗ് ചാർജും വയറിംഗ് കിറ്റും എല്ലാം അടക്കം നമ്മളൊരു 300 റേഞ്ചിലാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്വിഫ്റ്റിന്റെ വർക്ക് കഴിഞ്ഞു, നമ്മളത് ആളുടെ വീട്ടിലേക്ക് വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പൊ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.